ഹായ് മക്കളെ, വെൽക്കം ടു എജുപോട്ട്. അപ്പം നമ്മൾ അസിഡിമെട്രി നമ്മുടെ എക്സാമിനൊക്കെ എപ്പോഴും പല സ്കൂളുകളിലും വെക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റ്, അത് അസിഡിമെട്രി തന്നെയാണ്. സോ ഇത് നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക, പഠിക്കുക. ഇത് പഠിച്ചാൽ കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും. നമ്മളിവിടെ ഒരൊറ്റ എക്സ്പെരിമെൻ്റ് ആണ് അസിഡിമെട്രിയിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നു, ഈ ഒരൊറ്റ എക്സ്പെരിമെൻറ്റ് മതി. ഏത് ആസിഡും ഏത് ബേസും അസിഡിമെട്രിയിലാണോ വരുന്നത്, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വീഡിയോന്റെ അവസാനത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് രൂപത്തിൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി നോക്കണ്ട, ഇത് ത്രൂ ഔട്ട് കാണാം. ഈ ഒരു വീഡിയോന്റെ സെൻട്രലായിട്ട് നമ്മൾ എക്സ്പെരിമെന്റൽ സെഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക. കണ്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. പിന്നെ എന്ന് പറയുന്ന പോലെ മാക്സിമം കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കൂടുതലൊന്നും പറയുന്നില്ല മക്കളെ. അസിഡിമെട്രി എന്ന് പറഞ്ഞ സമയത്ത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള HCl ഉപയോഗിച്ചിട്ട് അൺനോൺ കോൺസെൻട്രേഷൻ, ഈ NaOHന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? അൺനോൺ ആണ്, അറിയൂല. അൺനോൺ കോൺസെൻട്രേഷൻ ഉള്ള NaOHന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നതാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എസ്റ്റിമേഷൻ ഓഫ് NaOH ബൈ യൂസിങ് സ്റ്റാൻഡേർഡ് HCl, estimation of base using standard acid, that is acidimetry. സിമ്പിൾ ആണേ, ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പെരിമെന്റ് എന്തൊക്കെയാണ്, ഇതിന് വേണ്ട അപ്പാരറ്റസ് എന്തൊക്കെയാണ്, എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ടാബുലേഷൻ എങ്ങനെയാണ്, കാൽക്കുലേഷൻ എങ്ങനെയാണ്, പിന്നെ ഞാൻ പറഞ്ഞ ഗിഫ്റ്റ്, അത്രയാണ് ഈ വീഡിയോയിലുള്ളത്. സോ തുടങ്ങാം. ഇതിന് വേണ്ട അപ്പാരറ്റസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ അപ്പാരറ്റസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ അസിഡിമെട്രി ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ആസിഡ് ആയിരിക്കും ഉണ്ടാവുക. ഈ ആസിഡ് നമുക്കൊരു ബീക്കറിലായിരിക്കും തരുന്നുണ്ടാവുക. ഇത് ബീക്കറാണ്, ബീക്കറിലായിരിക്കും പ്രോബബ്ലി നിങ്ങൾക്ക് ആസിഡ് തരുന്നുണ്ടാവുക കേട്ടോ. സോ ഇതിൽ എന്തുണ്ട്? ആസിഡ് ഉണ്ട്. ആ ആസിഡ് നമ്മൾ ബ്യൂററ്റിൽ ഫിൽ ചെയ്യും. ഓക്കെ, അതേപോലെ സൊല്യൂഷൻ ബോട്ടിലാണ്. ഇതെന്താണ്? സൊല്യൂഷൻ ബോട്ടിലാണ്. ഈ സൊല്യൂഷൻ ബോട്ടിലാണ് നമുക്ക് എന്ത് തരിക? ബേസ് തരുന്നുണ്ടാവുക. ഈ ബേസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്, എത്ര ml? 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നോൺ വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇതാ ഈ പിപ്പറ്റ് ഉപയോഗിക്കും. ഈ പിപ്പറ്റ് 20 ml പിപ്പറ്റ് ആണ്, 20 ml പിപ്പറ്റ് ആണ്. ഈ പിപ്പറ്റ് ഉപയോഗിച്ചിട്ട് ഈ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നതാ? ഈ കോണിക്കൽ ഫ്ലാസ്കിലേക്ക്, ഏതാണ്? കോണിക്കൽ ഫ്ലാസ്കിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. അതിലേക്ക് നമ്മൾ ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ട് ആ റിയാക്ഷൻ നടത്തുകയാണ് ചെയ്യുക കേട്ടോ. ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു, റിയാക്ഷൻ നടത്തുന്നു. ഇത് പിന്നെ വാഷ് ബോട്ടിലാണ്, വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മളെ അപ്പാരറ്റസ്: ബ്യൂററ്റ്, പിപ്പറ്റ്, പിന്നെ ഇവിടെ നമുക്ക് ഫണലും കാര്യങ്ങളൊക്കെ വേണം. സൊല്യൂഷൻ ബോട്ടിൽ, സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്, കോണിക്കൽ ഫ്ലാസ്ക്, വാഷ് ബോട്ടിൽ, ബീക്കർ, ഇത്രയും കാര്യങ്ങൾ, ഗ്ലാസ് റോഡ്, ഫണൽ. ഇതുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെരിമെന്റ് അടിപൊളിയായിട്ട് ചെയ്യിക്കാൻ പറ്റും. എക്സ്പെരിമെന്റ് സെഷൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യം വ്യക്തമാവും. ഇനി ഞാൻ പറഞ്ഞത് ഇതിന്റെ ആ ഒരു അസിഡിമെട്രി എന്ന് പറഞ്ഞ ആ ഒരു കേസിൽ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്നാ. അപ്പൊ നമ്മളെ ആ ഒരു ഹെഡിങ് ഇങ്ങനെയാണ് റെക്കോർഡിൽ ഉണ്ടാവുക: എസ്റ്റിമേഷൻ ഓഫ് NaOH യൂസിങ് സ്റ്റാൻഡേർഡ് HCl. അപ്പൊ നിങ്ങളുടെ റെക്കോർഡിലുള്ള എയിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. റെക്കോർഡിലെ എയിം, അതേപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ, എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും: എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ്, അല്ലെങ്കിൽ ഡിറ്റർമൈൻ ദ മാസ് ഓഫ് NaOH ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ. യു ആർ സപ്ലൈഡ് വിത്ത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് HCl കണ്ടെയ്നിങ് 3.8 gram per liter. ഇതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ. മനസ്സിലാവുന്നുണ്ടോ? റെഡിയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു HCl എന്ന് പറഞ്ഞാൽ 3.8 gram per liter ഉണ്ട്. അതായത് ഒരു ലിറ്ററിൽ 3.8 gram ഉള്ളത്. ആ HCl ഉപയോഗിച്ചിട്ട് നമുക്ക് തന്ന ആ ഒരു NaOHന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. എക്സാമിന് സംഭവിക്കാൻ പോകുന്നത്, എല്ലാവർക്കും തരുന്ന സൊല്യൂഷൻ ഒക്കെ സെയിം ആയിരിക്കും, പക്ഷേ ഇവിടെ തരുന്ന ആസിഡിന്റെയും ബേസിന്റെയും ഇക്വേഷനും അല്ലെങ്കിൽ അതിന്റെ കെമിക്കൽ ഫോർമുല മാറ്റം ഉണ്ടായിരിക്കും. ഓക്കെ, അതൊരു മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ കാൽക്കുലേഷനിൽ മാറ്റം ഉണ്ടാവും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കിയൊക്കെ എല്ലാവരും ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ്? സെയിം ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പ്രിൻസിപ്പിൾ ഉണ്ട്. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഇക്വേഷൻ ആണ്. നമുക്കറിയാം ഇവിടെ NaOH ഉണ്ട്, HCl ഉണ്ട്. ഇതൊരു ആസിഡും ബേസും ആണ്. സോ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? സാൾട്ടും കിട്ടും, വാട്ടറും കിട്ടും. ഓക്കെ, സോ NaOH പ്ലസ് HCl gives NaCl പ്ലസ് H2O. അതായിരിക്കും നമ്മുടെ എന്ത് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കെമിക്കൽ ഇക്വേഷൻ ആണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷന്റെ. അപ്പൊ അതൊക്കെയാണ്. ഇനി നമുക്ക് പ്രൊസീജിയർ ആണ്. പ്രൊസീജിയർ സിംപിളി കോവിഡിന്റെ ഒക്കെ സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കാറുള്ളത്: ബ്യൂററ്റിൽ ആസിഡ്, അസിഡിമെട്രി എപ്പോഴാണെങ്കിലും ആസിഡ് ആയിരിക്കും ഉണ്ടാവുക. പിപ്പറ്റിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, ദെൻ ഇൻഡിക്കേറ്റർ ഫിനോഫ്തലീൻ. എൻഡ് പോയിന്റ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എൻഡ് പോയിന്റ് എവിടെയാണ് റിയാക്ഷൻ സ്റ്റോപ്പ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പിങ്ക് കളർ നമുക്ക് എവിടെ ഉണ്ടാവുക? ബേസിലാണ് പിങ്ക് കളർ തരിക, ആസിഡിലായിരിക്കും എന്ത്? കളർലെസ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ബേസിലേക്കാണ് ശരിക്കും എന്താ ആഡ് ചെയ്യുന്നത്?
ഫിനോക്സിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ബേസിലേക്ക് ഫിനോക്സിൽ ആഡ് ചെയ്യുമ്പോൾ കളർ എന്തായിരിക്കും? പിങ്ക് ആയിരിക്കും. ആ പിങ്കിലേക്ക് പിന്നെ നമ്മൾ ബ്യൂട്ടൻ ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ആ പിങ്ക് പോയിട്ട് കളർലെസ് ആവും. ദാറ്റ് ഈസ് എൻഡ് പോയിന്റ്. സോ എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പിങ്ക് കളർ ഇല്ലാതാവുന്നവരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പെരിമെന്റ് സെഷനിൽ വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഞാൻ പ്രൊസീജിയർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട പരിപാടി, നമുക്ക് തന്ന ബീക്കറിലെ ആസിഡ് ഉപയോഗിച്ചിട്ട് ബ്യൂറട്ട് റിൻസ് ചെയ്യുക. നല്ല നീളമുള്ള കോയിലില്ലേ, അത് റിൻസ് ചെയ്യുക. ജസ്റ്റ് കുറച്ച് ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക? അതൊന്ന് കഴുകുക ആസിഡ് ഉപയോഗിച്ചിട്ട്. ആദ്യം നമ്മൾ മൊത്തം വാഷ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ആ ഒരു 0 മാർക്കിനെ തൊട്ട് മുകളിൽ വരെ ആസിഡ് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ 0 മാർക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് സ്റ്റാൻഡിൽ എടുത്ത് വെച്ചു. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞ സാധനം. A clean burette is rinsed with a given HCl and is filled with HCl up to the 0 mark. 0 mark വരെ ഫിൽ ചെയ്തു. ഇനി അടുത്ത പരിപാടി, NaOH സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ഒഴിച്ചിട്ട് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്? മേക്കപ്പ് ചെയ്യാണ്. സോ ദ ഗിവൺ NaOH സൊല്യൂഷൻ ഈസ് മേക്കപ്പ് ടു 100 ml in a clean standard flask. It is shaken well to uniform concentration. നല്ല രൂപത്തിൽ ഷേക്ക് ചെയ്തിട്ട് ആ ഒരു കോൺസെൻട്രേഷൻ എന്താക്കുക? യൂണിഫോം ആക്കി മാറ്റി. Then after that ഒരു ക്ലീൻ പിപ്പറ്റ് എടുത്തു. അത് നമ്മൾ എന്ത് ചെയ്തു? NaOH റിൻസ് ചെയ്തു. 20 ml നമ്മൾ എന്ത് ചെയ്യുന്നു? കോണിക്കൽ ഫ്ലാസ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പിപ്പറ്റ് ചെയ്യുന്നു. നമ്മൾ ഇവിടെ നേരത്തെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ ഉണ്ടാക്കി വെച്ച 100 ml സൊല്യൂഷനെ മേക്കപ്പ് ചെയ്ത സൊല്യൂഷനിൽ 20 ml സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? പിപ്പറ്റ് ഉപയോഗിച്ചിട്ട് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യാം. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇത് പ്രൊസീജിയർ പഠിച്ചു വെക്കുക. ഇങ്ങനെ തന്നെയാണ് എക്സാമിന് എഴുതേണ്ടി വരാം. ഓക്കെ, ദെൻ നെക്സ്റ്റിലേക്ക് നമ്മൾ വരുന്നു. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 or 2 drops ഓഫ് ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്റർ നമ്മൾ ആഡ് ചെയ്യുക. ആൻഡ് ടൈട്രേറ്റഡ് അഗൈൻസ്റ്റ് ആരുമായിട്ട്? നമ്മുടെ HCl ആയിട്ട് എന്ത് ചെയ്യുക? ബ്യൂറോട്ടിൽ HCl ആയിട്ട് എന്ത് ചെയ്യുക? ടൈട്രേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പിങ്ക് കളർ ഡിസ്ചാർജ് ആവുന്നവരെ, കളർലെസ് ആവുന്നവരെ എന്ത് ചെയ്യുക? ആ ഒരു റിയാക്ഷൻ നമ്മൾ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ചെയ്യാം. ഫൈനൽ ബ്യൂറട്ട് റീഡിംഗ് ഇസ് നോട്ടഡ്. എന്നിട്ടോ ബ്യൂറട്ടിലെ വോളിയം നോട്ട് ചെയ്യാം. അറൗണ്ട് ഒരു വാല്യൂ ഉണ്ടാവും. നിങ്ങൾ അത് എക്സ്പെരിമെന്റ് ലാസ്റ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ദെൻ ദ എക്സ്പെരിമെന്റ് ഇസ് റിപ്പീറ്റഡ് ടു ഗെറ്റ് കൺകോർഡന്റ് വാല്യൂ. എക്സ്പെരിമെന്റ് റിപ്പീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 20 ml നമ്മളിപ്പം ആ കോണിക്കൽ ഫ്ലാസ്ക് ഒക്കെ വാഷ് ചെയ്തിട്ട് അതിലോട്ട് ആഡ് ചെയ്യുക. വീണ്ടും ഫിനോഫ്തലീൻ ആഡ് ചെയ്യുക. HCl എന്ത് ചെയ്യുക? ബ്യൂറട്ട് വഴി ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? പിങ്ക് കളർ പോകുന്നവരെ റിപ്പീറ്റ് ചെയ്യുക. നമുക്ക് ആദ്യം കിട്ടിയ വാല്യൂ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് കിട്ടിയ വാല്യൂ സെയിം ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കൺകോർഡന്റ് വാല്യൂ. കൺകോർഡന്റ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യാം. ദെൻ ഫ്രം ദ വോളിയം ഓഫ് ദി ആസിഡ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി മാസ് ഓഫ് NaOH. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കിട്ടിയ വോളിയം ഒരു ടേബിളാർ കോളത്തിൽ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേഷൻ പാർട്ട് ചെയ്യാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്തായിരിക്കും? എക്സ്പെരിമെന്റ് ഒന്ന് ചെയ്യുക, ഒന്ന് കണ്ടിട്ട് വരിക. അപ്പം ഈ കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ എക്സാമിന്റെ സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ടീച്ചർ പറയും ഈ ക്വസ്റ്റ്യന്റെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും എഴുതാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതാണ് പ്രിൻസിപ്പിൾ. ഓക്കെ, പ്രൊസീജിയർ ഇങ്ങനെ എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടൂല. ഇത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? വളരെ ഷോർട്ട് ആക്കിയിട്ട്, ഇതിലും ഷോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് വേർഡ്സിൽ എന്ത് ചെയ്യുക? പ്രിൻസിപ്പിൾ പ്രൊസീജിയർ എന്ത് ചെയ്യുക? ഒന്ന് എഴുതിയെടുക്കുക. അതിനുശേഷം എക്സ്പെരിമെന്റ് ചെയ്യുക. ടേബിൾ ആർ കോളം വരയ്ക്കേണ്ട രൂപം ഞാൻ കാണിച്ചു തരാം. അത് എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ്പെരിമെന്റ് ഒന്ന് കണ്ടിട്ട് വാ. ഓക്കെ അല്ലേ മക്കളെ? എല്ലാവർക്കും കെമിസ്ട്രി ലാബിലേക്ക് സ്വാഗതം. സോ ഇതാണ് നമ്മുടെ കെമിസ്ട്രി ലാബ്. സോ നമ്മൾ ആദ്യമായിട്ട് അസിഡിമെട്രിയിൽ നമ്മൾ എന്തൊക്കെ അപ്പാരറ്റസ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. സോ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഉപകരണത്തിന്റെ അല്ലെങ്കിൽ അപ്പാരറ്റസിന്റെ പേരാണ് ബ്യൂററ്റ്. സോ ബ്യൂററ്റ് നമുക്കൊരു പീരങ്കി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഇത് ഉപയോഗിച്ചാൽ ഇങ്ങനെ ടക്ക 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 എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും. സോ ഈ ബ്യൂററ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ആസിഡ് പോലെയുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും. സോ ആസിഡിക് സബ്സ്റ്റൻസ് നമ്മൾ അതിലൂടെ എടുക്കുക, നമ്മുടെ ബ്യൂററ്റിലായിട്ട് എടുക്കുന്നുണ്ടാവുക. സോ ആസിഡ് നമുക്ക് തരുന്നത് ഇതുപോലെ ഒരു ബീക്കറിലായിരിക്കും ആസിഡ് നമുക്ക് തരുന്നുണ്ടാവുക. കാര്യങ്ങൾ മനസ്സിലാക്കാം. സോ അടുത്തതായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത് നമ്മുടെ പിപ്പറ്റിനെ കുറിച്ചിട്ടാണ്. പിപ്പറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൊല്യൂഷൻ ബോട്ടിലാണ് നമുക്ക് തരുന്ന ബേസ് ഉണ്ടായിരിക്കുക. ഇതിലുള്ള ബേസിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്, ആ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് നമ്മൾ ഒഴിച്ചതിന് ശേഷം സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് 100 ml മേക്കപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പിപ്പറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബേസിനെ നമ്മൾ 20 ml പിപ്പറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിച്ചെടുത്തിട്ട് നമ്മൾ ആ ഒരു കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യുക. സോ ഇതിന്റെ പേരാണ് എന്ത്? പിപ്പറ്റ്. ബേസിക് സബ്സ്റ്റൻസിന് നമ്മൾ ഈ 20 ml മെഷർ ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? പിപ്പറ്റ്. സോ ഈ ഒരു വാഷ് സൊല്യൂഷൻ ബോട്ടിലുള്ള സൊല്യൂഷൻ ഞാൻ ആദ്യം നമ്മുടെ ഫണലും അതേപോലെ തന്നെ ഗ്ലാസ് റോഡും ഉപയോഗിച്ചിട്ട് സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യും. ഇതിന്റെ പേരാണ് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്, 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. ഇതിന്റെ വോളിയം നമുക്ക് അറിയിലുണ്ടാവില്ല. സോ നമ്മളൊരു നോൺ വോളിയത്തിലേക്ക് ആദ്യം ഇതിനെ ട്രാൻസ്ഫർ ചെയ്യും 100 ml ആയിട്ട്. സോ ഈ ഒരു 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ നമ്മൾ വെള്ളം ഉപയോഗിച്ച് ഡൈലൂട്ട് ചെയ്ത ഈ സൊല്യൂഷനെ നമ്മൾ പിപ്പറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കാണുന്ന കോണിക്കൽ ഫ്ലാസ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ഇതിലോട്ട് നമ്മൾ
അസിഡിമെട്രിയിൽ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിനോഫ്തലിൻ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ ബ്യൂററ്റിൽ എടുത്തു വെച്ച ആസിഡുമായിട്ട് ടൈട്രേറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ആ ഒരു റിയാക്ഷനും കാര്യങ്ങളും. ഇത്രയും അപ്പാറ്റസ് നമുക്ക് ആവശ്യമാണ്. സോ നമ്മൾ ഇനി ലാബിലേക്ക് കയറി കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഈ കാണുന്ന എല്ലാ അപ്പാറ്റസും നമ്മൾ കൃത്യമായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ആദ്യം ഞാൻ ബ്യൂററ്റ് എടുത്തു. ഇത് വാഷ് ചെയ്ത് വെച്ച ബ്യൂററ്റ് ആണ്. ഇതിന്റെ ടാപ്പൊക്കെ നല്ല രൂപത്തിൽ ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മളെ ബീക്കറിലുള്ള ആസിഡ് കുറച്ച് ഇതിലോട്ട് ആഡ് ചെയ്യുക. കുറച്ച് മാത്രം കേട്ടോ. സോ മുഴുവനായിട്ട് ആഡ് ചെയ്യരുത്, കുറച്ച് മാത്രം, ഒരു 5-6 ml ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ പ്രോസസ്സിന്റെ പേരാണ് റിൻസിങ്. കാരണം നമ്മൾ വാഷ് ചെയ്ത് വെച്ച ഈ ഒരു ബ്യൂററ്റിന്റെ എല്ലാ ഭാഗത്തും വാട്ടർ കണ്ടന്റ് ഉണ്ടായിരിക്കും. സോ നമ്മുടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ ഒരു ആസിഡ് ഉപയോഗിച്ച് ഇതിനെ റിൻസ് ചെയ്യുന്നു. സോ റിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇതിലോട്ട് ഒഴിച്ച ഒരു ആസിഡിന്റെ കണ്ടന്റ് ഇതിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ഒരു 2-3 വട്ടം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. സോ ഞാൻ ബ്യൂററ്റ് റിൻസ് ചെയ്തു. ഈ സൊല്യൂഷൻ നമുക്ക് ഇനി ആവശ്യമില്ല. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ബേസിലോട്ട് കളയാം. സോ നമ്മളെ ബ്യൂററ്റ് റിൻസ് ചെയ്തു, ആ സൊല്യൂഷൻ നമ്മൾ കളഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ ഒരു ബ്യൂററ്റിന്റെ ഇവിടെ ഒരു 0 മാർക്കും അതേപോലെ ഇവിടെ ഒരു 50 മാർക്കും ഉണ്ട് അല്ലേ. സോ ഇതിൽ നമുക്ക് ഒരു 50 ml വോളിയം ഇതിൽ നമുക്ക് കൊള്ളിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടി പറ്റും. സോ നമ്മൾ ഈ 0 മാർക്കിന്റെ തൊട്ട് മുകളിൽ വരെ ഈ ബീക്കറിലുള്ള ആസിഡ് ആഡ് ചെയ്യണം. ഇനി ഒരിക്കലും നമ്മുടെ ആ ഒരു A ലെവലിന്റെ മുകളിലോട്ട് കെമിക്കൽസ് നമ്മൾ ഒരിക്കലും കൊണ്ടുപോകരുത്. നമ്മൾ കുറച്ച് താഴേക്ക് തന്നെ വെച്ചിട്ട് ചെയ്യുക, ആ ഒരു ചെസ്റ്റ് ലെവലിൽ വെച്ചിട്ട് ചെയ്താൽ മതി. സോ ഞാൻ ഇതിലോട്ട് ആസിഡ് ആഡ് ചെയ്യണം. ഇനി നമ്മൾ ഈ ഒരു 0 മാർക്കിന്റെ മുകളിലോട്ട് മാത്രം നോക്കിയാൽ മതി, താഴോട്ട് നോക്കണ്ട. ഈ ടാപ്പ് നല്ല രൂപത്തിൽ അടച്ചു വെക്കുക. ദെൻ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നു. ഞാനിവിടെ 0 മാർക്കിന്റെ മുകളിൽ വരെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് കറക്റ്റ് ആയിട്ട് 0 മാർക്കിലേക്ക് എത്തിക്കണം. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ആസിഡിനെ കളയരുത്. നമ്മൾ നേരെ ആ ബീക്കറിലോട്ട് തന്നെ എന്ത് ചെയ്യുന്നു, ആസിഡ് ഇവിടെ ടാപ്പ് തുറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 0 മാർക്കിലേക്ക് കറക്റ്റ് ആയിട്ട് വരുത്താം. എന്ന് പറഞ്ഞാൽ ആ ഒരു ലിക്വിഡിന്റെ ലോവർ മെനിസ്കസ് 0 മാർക്കിന്റെ ലൈനിന് കറക്റ്റ് കോയിൻസൈഡ് ചെയ്യണം. സോ നമുക്ക് നോക്കാം. നിങ്ങളെ ഐ കോണ്ടാക്ട് എപ്പോഴും ഈ 0 മാർക്കിലായിരിക്കണം. നമ്മുടെ ഈ ഒരു റൈറ്റ് ഹാൻഡോ ലെഫ്റ്റ് ഹാൻഡോ നമുക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ബ്യൂററ്റിന്റെ ആ ഒരു ടാപ്പ് തുറക്കാം. ഓക്കെ. സോ കറക്റ്റ് 0 മാർക്കിന്റെ പൊസിഷനിൽ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും. നമ്മൾ ആ 0 മാർക്കിന് കറക്റ്റ് ലൈൻ ആക്കിയിട്ട് നമ്മുടെ ആ ഒരു വാട്ടറിന്റെ ആ ഒരു ലെവൽ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആസിഡിന്റെ ലെവൽ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. സോ നമ്മുടെ ബ്യൂററ്റ് നമ്മൾ സെറ്റ് ചെയ്തു. ആ ബ്യൂററ്റ് നമ്മൾ ബ്യൂററ്റ് സ്റ്റാൻഡിലേക്ക് വെക്കുകയാണ്. ഇനി നമ്മൾ ആസിഡ് അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എടുക്കുന്നു. സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് നമ്മളൊരു ഫണൽ ഇറക്കി വെക്കുന്നു. ഓക്കെ. സോ ഇവിടെ എയർ പാസേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പേപ്പർ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ആ ഫോൾഡ് ചെയ്ത പേപ്പർ ഈ ഫണലിന്റെയും സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിന്റെ ആ വായ്ഭാഗത്ത് ഇങ്ങനെ ഇറക്കി വെക്കുക, അതിനുള്ളിലോട്ട് പോകരുത്. അതിനുശേഷം നമുക്ക് തന്ന ഒരു സൊല്യൂഷൻ എടുക്കുന്നു. ആ സൊല്യൂഷനെ ഒരു ചെറിയൊരു മാർക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ആ ഒരു സൈഡിൽ കൂടെ മാത്രമേ നിങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാനിവിടെ ആ ഒരു നമ്മുടെ ഗ്ലാസ് റോഡ് എടുത്തിട്ട് ഈ ഒരു സൊല്യൂഷൻ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ ഒരു ഗ്ലാസ് റോഡിന്റെ മുകളിലൂടെ നമ്മളിങ്ങനെ ആ ഒരു ബേസിക് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. ഓക്കെ. സോ ഇതിൽ വീണ്ടും കുറച്ച് സൊല്യൂഷൻ ബാക്കി ഉണ്ടായിരിക്കും. സോ ആ സൊല്യൂഷൻ പൂർണ്ണമായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ. നല്ല രൂപത്തിൽ ഷേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഗ്ലാസ് റോഡിന് മുകളിലൂടെ ഈ ഒരു സൊല്യൂഷനിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഒരു 2-3 തവണ റിപ്പീറ്റ് ചെയ്യണം. എത്ര കൂടുതലായിട്ട് ചെയ്യുന്നു അത്രയും നല്ലതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും വെള്ളം ഈ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിന്റെ മുകളിൽ ഒരു മാർക്ക് ഉണ്ട് 100 ml, അതിന്റെ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ. സോ ആ മാർക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കണ്ടോ. ഇവിടെ ഒരു മാർക്ക് ഉണ്ട്. ആ മാർക്കിന്റെ മുകളിലോട്ട് ഒരിക്കലും നമ്മൾ ആഡ് ചെയ്യുന്ന വെള്ളം ഫസ്റ്റ് ടൈം പോകരുത്. പിന്നെ നമുക്ക് ഈ ഒരു ഇതിലുള്ള സൊല്യൂഷൻ പൂർണ്ണമായിട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ മാർക്ക് വരെ വെള്ളം ആഡ് ചെയ്യാം. ശേഷം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും അങ്ങനെ ആവരുത്. സോ ഞാൻ 2ാമത്തെ വട്ടം വീണ്ടും ചെയ്യുന്നു. ഓക്കെ. 2-3 തവണ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള സൊല്യൂഷൻ പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ ഞാൻ 3ാമത്തെ തവണയും ചെയ്തു. ഞാനിതിവിടെ അവസാനിപ്പിക്കുകയാണ്. പൂർണ്ണമായിട്ട് ആ സൊല്യൂഷൻ നമ്മൾ അതിലോട്ട് ആഡ് ചെയ്തു. ഇനി ഞാൻ ഈ ഒരു ഗ്ലാസ് റോഡ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുന്നു. അതിനുശേഷം ഈ പേപ്പറിന്റെ സ്ട്രിപ്പ് നമ്മൾ മെല്ലെ എടുത്ത് മാറ്റിയിട്ട് ഫണലിന്റെ ഇൻസൈഡ് നമ്മൾ വാഷ് ചെയ്യുന്നു. അതേപോലെ ഫണലിന്റെ ടിപ്പ് നമ്മൾ വാഷ് ചെയ്യുന്നു.
ഓക്കെ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്ര മാത്രമേ വെള്ളം നമുക്ക് ഇവിടെ ആയിട്ടുള്ളൂ. ഇനിയും നമുക്ക് വെള്ളം ഇവിടെ ആഡ് ചെയ്യാനുണ്ട്, വാട്ടർ ആഡ് ചെയ്യാനുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വാഷ് ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഇതിലോട്ട് വെള്ളം ഇങ്ങനെ സ്ലോ ആയിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ വാട്ടറിന്റെ ലോവർ മിനിസ്കസ്, ഇതിലുള്ള ബേസിന്റെ ലോവർ മിനിസ്കസ് ഇവിടെയുള്ള ഈ ലൈനിന് കറക്റ്റ് കോയിൻസൈഡ് ചെയ്തിട്ട് വരണം. എന്നാൽ മാത്രമേ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് വാല്യൂ കിട്ടുള്ളൂ. ഇതിന് കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എക്സ്പെരിമെന്റ് തെറ്റായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. സ്ലോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ എത്തിയെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ ഒരു ബേസിലോട്ട് ഒരു ഡ്രോപ്പ് കളഞ്ഞതിന് ശേഷം, ബേസിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതിന് തുമ്പുള്ള ഒരു ഡ്രോപ്പ് എന്ത് ചെയ്യാം, ഇതിലോട്ട് ആഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് തവണ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ വരെ എത്തിക്കാൻ പറ്റും. പിന്നെ നമുക്ക് അത്രയും കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കൃത്യമായിട്ട് അവിടെ എത്തിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ ചെയ്യാൻ കുറച്ച് പേടിയുള്ള ആളുകൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ബേസിലോട്ട് കളയുക, എന്നിട്ട് ഓരോ ഡ്രോപ്പിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും ചെയ്തതിന് ശേഷം ആ ലോവർ മിനിസ്കസിൽ ആ ഒരു ലൈൻ കറക്റ്റ് ആയി വന്നതിന് ശേഷം ഈ ഒരു ടാപ്പ് ഇട്ട് നമ്മൾ അടച്ചു വെക്കുന്നു. എന്നിട്ട് ഇതിങ്ങനെ കമിഴ്ത്തി പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുക. ഓക്കെ, ഇതൊരു 4 വട്ടം ചെയ്യുക. ടു അറ്റൈൻ യൂണിഫോം കോൺസെൻട്രേഷൻ, എല്ലാ ഭാഗത്തും കോൺസെൻട്രേഷൻ സെയിം ആവാൻ വേണ്ടിയിട്ടാണ്. സോ ഷെയ്ക്കിന് ശേഷം ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ടാപ്പ് നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ അവിടെ അത് ലോക്കായി പോകും, എയറിന്റെ ഒരു പാസേജ് കാരണം അത് ലോക്കായി പോകും. അപ്പോൾ നമുക്ക് അടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തുറക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു സൊല്യൂഷൻ നമ്മൾ മേക്കപ്പ് ചെയ്തു. ഈ പ്രോസസ്സിന്റെ പേരാണ് എന്ത്, മേക്കപ്പ്. ഓക്കെ, മേക്കപ്പ് പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്തിടുന്ന മേക്കപ്പ് അല്ല, ഇത് മേക്കിംഗ് അപ്പാണ്. വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഒരു നോൺ വോളത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു സൊല്യൂഷൻ മേക്കപ്പ് ചെയ്തു. ഇനി ഞാൻ പിപ്പറ്റ് എടുക്കുന്നു. നമ്മൾ നേരത്തെ ബ്യൂററ്റ് റിൻസ് ചെയ്ത പോലെ ഇനി നമ്മളിവിടെ പിപ്പറ്റും റിൻസ് ചെയ്യണം. സോ ഞാൻ പിപ്പറ്റ് റിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടത്, വലിച്ചെടുത്ത് ജ്യൂസ് കുടിക്കുന്ന പോലെ കുടിക്കരുത്. ഇത് അത്ര ടേസ്റ്റ് ഉള്ള സാധനം അല്ല. ഓക്കെ, ഒരു ഇത്ര മാത്രം വലിച്ചെടുക്കുക. ഞാൻ ഈ ഒരു ട്യൂബിന്റെ ഇവിടെ വരെ വലിച്ചെടുത്തിട്ടുള്ളൂ. നമ്മൾ ആ ഒരു 4 ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുക. ദെൻ ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും അത് എത്തിക്കുക. ഒരു 1-2 മാത്രം ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് കളയാം. സോ നമ്മൾ റിൻസ് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു ഇവിടെ ഒരു മാർക്ക് ഉണ്ട്, 20 ml ഒരു മാർക്ക് ഉണ്ട്. ഇവിടെ ഈ ഒരു 20 ml ഒരു മാർക്ക് ഉണ്ട്. ഈ മാർക്ക് വരെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ബേസിക് സൊല്യൂഷൻ എടുക്കണം. സോ നമ്മൾ കുറച്ച് മോളർ എടുക്കുക, മോളോട് വലിച്ചെടുക്കുക, എന്നിട്ട് നമ്മൾ വിരൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. ആ ഒരു മാർക്കിനെ കുറച്ച് മുകളിലോട്ട് നമ്മൾ വലിച്ചെടുക്കുക. പിന്നെ നിങ്ങൾ പിപ്പറ്റിന്റെ സമയത്ത് ഈ ഒരു പിപ്പറ്റിന്റെ ആ ഒരു വായ്ഭാഗത്ത് ഏറ്റവും താഴെയുള്ള സൈഡ് മാക്സിമം താഴോട്ട് വെച്ചിട്ടില്ലെങ്കിൽ എയർ കുടുങ്ങിയിട്ട് നമുക്ക് ആ ഒരു സൊല്യൂഷൻ മൊത്തം നമ്മളെ വായിലാകുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ട് മാക്സിമം താഴോട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇനി നമ്മൾ വിരൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ 4 ഫിംഗർ ഉപയോഗിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക. ആ 0 മാർക്കിനെ അവിടെ എത്തുമ്പോൾ നല്ല ടൈറ്റ് ആക്കിയിട്ട് പിടിക്കുക. ഓക്കെ, സോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കോൺക്രീറ്റ് ഫ്ലാസ്ക് എടുക്കുന്നു. അതിലോട്ട് ഞാൻ ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ഇത് ആഡ് ചെയ്യണം കേട്ടോ. ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഇതിന്റെ അവസാനത്തിലുള്ള കുറച്ച് ഭാഗം നമ്മൾ ഈ ഒരു മുകൾ ഭാഗത്ത് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ആ ഒരു 20 ml സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഇതിലോട്ട് ആ ഒരു ബേസ് നമ്മൾ 20 ml ബേസ് എടുത്തു. ഇനി നമുക്ക് ടൈട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിയാക്ഷൻ അവിടെ അവസാനിച്ചോ ഇല്ലെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യണം. സോ ഞാൻ ഇതിലോട്ട് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു പിങ്ക് കളർ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ടോ, ഞാൻ ഒരു ഡ്രോപ്പ് ഫിനോഫ്തലിൻ ഇതിലോട്ട് 1-2 ഡ്രോപ്പ് ഫിനോഫ്തലിൻ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക. സോ ഇപ്പോൾ കളറൊന്നുമില്ല, ഞാനിപ്പോൾ കളർ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഫിനോഫ്തലിൻ ആഡ് ചെയ്യുമ്പോൾ യെസ്, ഒരു പിങ്ക് കളർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഈ പിങ്ക് കളർ നമ്മൾ എന്തിനാണ് ഇൻഡിക്കേറ്റർ ആഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ആസിഡുമായിട്ടാണ് ടൈട്രേറ്റ് ചെയ്യുന്നത്. ആസിഡിനും ബേസിനും ഇപ്പോൾ നമുക്ക് കളറൊന്നുമില്ല. സോ ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ആയോ ഇല്ലയോ, അതായത് എൻഡ് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യണം. സോ നമ്മളിവിടെ ഫിനോഫ്തലിൻ ഉപയോഗിച്ചുകൊണ്ട് ബേസിക് സൊല്യൂഷനിലെ പിങ്ക് കളറാണ്. മിഥിൽ ഓറഞ്ച് ആയിരുന്നെങ്കിൽ അവിടെ ഗോൾഡൻ യെല്ലോ കളർ ആയിരിക്കും ബേസിക് സൊല്യൂഷനിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഇനി നമ്മൾ ഈ പിങ്ക് കളറുള്ള ഈ സൊല്യൂഷൻ, നമ്മൾ ബേസിക് സൊല്യൂഷൻ, നമ്മൾ ഫിനോഫ്തലിൻ ആഡ് ചെയ്ത സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്യൂററ്റിലുള്ള ആ ഒരു HCl ഉപയോഗിച്ച് ടൈട്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നിങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് അപ്പാരറ്റസ് ഒക്കെ യൂസ് ചെയ്യുക. പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കീശ കാലിയാവുന്നതായിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. സോ
ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ ഈ ഒരു ബ്യൂററ്റിന്റെ ടാപ്പും അതേപോലെ റൈറ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ ഈ കോണിക്കൽ ഫ്ലാസ്കും നമ്മൾ നല്ല വൃത്തിയിൽ എന്ത് ചെയ്യുക, അത് പിടിക്കുക. അതേപോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ കോൺടാക്ട് വരേണ്ടത് ആ ഒരു പിങ്ക് കളറിലായിരിക്കണം. എപ്പോഴാണോ പിങ്ക് കളർ പോകുന്നത് അപ്പോൾ നമ്മൾ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്യൂററ്റ് നമ്മൾ ക്ലോസ് ചെയ്യണം. സോ നമുക്ക് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. വളരെ ഡ്രോപ്പ് ആയിട്ട് ഷെയ്ക്ക് ചെയ്തതോട് കൂടി എന്ത് ചെയ്യുക, ഒരു ആസിഡ് ഇങ്ങനെ ആഡ് ചെയ്യുക ഇതിലോട്ട്. സോ ആ ഒരു കളർ ഇങ്ങനെ മങ്ങി വളരെ ഫെയ്ഡായി വരുന്ന സമയത്ത് നമുക്ക് റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഒരിക്കലും ഈ കോൺടാക്ട് ഇവിടുന്ന് മാറ്റരുത്. ഓക്കെ, കളർ ചെറിയ രൂപത്തിൽ കുറഞ്ഞു വരുന്നുണ്ട്. സോ നമ്മൾ നല്ല രൂപത്തിൽ ഷെയ്ക്ക് ചെയ്ത് റിയാക്ഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. സോ നമ്മൾ കളർ കുറഞ്ഞു വരുന്നുണ്ട്, വീണ്ടും കുറയുന്നുണ്ട്. സോ വളരെ സ്ലോ ആയിട്ട് റിയാക്ഷൻ ചെയ്യുക. ഓരോ ഡ്രോപ്പ് ആക്കി പറ്റുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. ആ ഒരു റീഡിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് ആ ഒരു വോളിയത്തിന്. സോ നമ്മൾ കളർ വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടി ഡ്രോപ്പ് ആയിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാം. സിംഗിൾ ഡ്രോപ്പ് ഈച്ച് ഇതിലോട്ട് ആഡ് ചെയ്യാം. യെസ്, നമ്മൾ കളർ വീണ്ടും കുറഞ്ഞു. ഈ ഒരു ഡ്രോപ്പിൽ നമ്മൾ കളർ പൂർണ്ണമായിട്ടും പോകുന്നതായിരിക്കും. യെസ്, ആ ഒരു പിങ്ക് കളർ പോയിട്ട് ഇപ്പോൾ നമുക്കൊരു കളർലെസ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ സൊല്യൂഷനാണ്. ഓക്കെ, നമ്മൾ ബേസിലോട്ട് നമ്മൾ ഫിനോഫ്തിലിൻ ആഡ് ചെയ്തു, അതിലോട്ട് നമ്മൾ ആസിഡ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കളർലെസ് ആയിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ കിട്ടി. ഇപ്പോൾ ഇത് ന്യൂട്രലൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞു. സോ ഇനി നമ്മൾ ആ ഒരു വോളിയം നോട്ട് ചെയ്യണം. സോ എങ്ങനെയാണ് വോളിയം എടുക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബ്യൂററ്റ് മെല്ലെ കയ്യിലെടുക്കുക. എന്നിട്ട് നമ്മളെ കണ്ണിന് നേരെ ആ ഒരു മാർക്ക്, അതായത് ആ ഒരു ലോവർ മിനിസ്കസ്, വാട്ടറിന്റെ ലോവർ മിനിസ്കസ് നമ്മളെ കണ്ണിന് നേരെ നമ്മൾ പിടിക്കുക. സോ എന്നിട്ട് കൃത്യമായിട്ട് നോക്കുക. ഇതിൽ കാണുന്നത് 90.6 ആണ്, 19.6. നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. 90.6 ഇതാ 20ന്റെയും 19ന്റെയും ഒരു സെൻട്രൽ ആ ഒരു 90.5 കഴിഞ്ഞിട്ടാണ് ആ ഒരു സൊല്യൂഷന്റെ ആ ഒരു ലോവർ മിനിസ്കസ് ഉള്ളത്. അതുകൊണ്ട് 90.6 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ വോളിയം 90.6 ml ആയിരിക്കും. ദാറ്റ് ഈസ് എ യൂണിറ്റ്. ക്ലിയർ? സോ നമുക്കിത് കിട്ടി. നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യണം, ഈ പ്രോസസ്സ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ സൊല്യൂഷൻ നമ്മൾ കളഞ്ഞതിന് ശേഷം വാഷ് ചെയ്യുക. ഈ ഒരു കോണിക്കൽ ഫ്ലാസ്ക് വാഷ് ചെയ്യുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഒരു 20 ml ഇതിൽ പിപ്പറ്റ് ചെയ്യുക. അത് നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യുക. നമ്മൾ ഫിനോഫ്തലിൻ ആഡ് ചെയ്യുന്നു. ഫിനോഫ്തലിൻ ആഡ് ചെയ്തിട്ട് ഈ ഒരു ബ്യൂററ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ആസിഡ് ഉപയോഗിച്ചിട്ട് റീഫിൽ ചെയ്യുക. റീഫിൽ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ആ പിങ്ക് കളർ പോകുന്നവരെ ടൈറ്ററേറ്റ് ചെയ്യുക. നമുക്ക് കിട്ടിയ വാല്യൂ അപ്പോഴും 90.6 ആണെങ്കിൽ നിങ്ങൾക്ക് ഫർദർ റിയാക്ഷൻസ് ചെയ്യേണ്ടതില്ല. പക്ഷെ നിങ്ങൾക്ക് വേറെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യണം എന്നാണ് നമ്മുടെ ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ, തത്വം. അങ്ങനെയാണ് കൺകോർഡന്റ് വാല്യൂ. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ ചെയ്ത ആ ഒരു എക്സ്പെരിമെന്റ് പക്കയാണെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റൊന്ന് മാത്രം ചെയ്താൽ മതി. രണ്ടാമത്തെ പ്രാവശ്യവും അത് തന്നെ എഴുതി വെക്കുക. ഇതൊരു ടൈപ്പ് ട്രിക്ക് ആൻഡ് ഉടായ്പായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താലും കുഴപ്പമില്ല. ടീച്ചർമാരോട് പോയി പറഞ്ഞു കൊടുക്കണ്ട, അങ്ങനെ അവിടെ ആക്ട് ചെയ്താൽ മതി. ക്ലിയർ? സോ ഒരു വട്ടം ചെയ്താലും കുഴപ്പമില്ല, അത് വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിരിക്കണം. സോ മാക്സിമം നിങ്ങൾ കൺകോർഡന്റ് വാല്യൂ കിട്ടുന്ന രൂപത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ കൺകോർഡന്റ് വാല്യൂലേക്ക് എത്തിക്കുക. ക്ലിയർ? ഒരിക്കലും നമുക്ക് അങ്ങനെ കിട്ടിക്കോളും നിർബന്ധം ഇല്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ഡ്രോപ്പ് ഒക്കെ മാറ്റം വരും. സോ ഇത്രയാണ് നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളത്. സോ റിപ്പീറ്റഡ് ടു ഗെറ്റ് കൺകോർഡന്റ് വാല്യൂ എന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. സോ നിങ്ങൾ ഈ ഒരു വോളിയം നിങ്ങൾ നോട്ട് ചെയ്യുക. ബാക്കി കാൽക്കുലേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം. സോ ബൈ. യെസ്, അപ്പൊ നിങ്ങൾ എക്സ്പെരിമെന്റ് വളരെ വൃത്തിയായിട്ട് കണ്ടിട്ടെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ മുന്നോട്ട് നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ ടേബിൾ ഇങ്ങനെ ആയിരിക്കും. ആദ്യം നമ്മൾ ടേബിളിന്റെ ഹെഡിങ്ങിലേക്ക് നോക്കി, HCl × NaOH ബ്രാക്കറ്റിൽ ഫിനോഫ്തലിൻ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്, സ്റ്റാൻഡേർഡ്. പിന്നെ നമ്മൾ അൺനോൺ കൊടുക്കുക അല്ലേ, അതിന്റെ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്റർ കൊടുക്കുക. എന്ത് രസാലടാ, വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ. സ്റ്റാൻഡേർഡ്, അൺനോൺ, ഇൻഡിക്കേറ്റർ. ഓക്കെ, ഇത് നമ്മൾ ടേബിൾ വരച്ചു. ടേബിളിൽ എപ്പോഴും ഫസ്റ്റിൽ ബേസിന്റെ വോള്യൂം ആയിരിക്കും. കാരണം അസിഡിമെട്രി ആണെങ്കിലും ആൽക്കലിമെട്രി ആണെങ്കിലും ബ്യൂററ്റിലാണ് ആസിഡ്. ഓക്കെ, സോ നമ്മൾ വോളിയം ഓഫ് NaOH അത് ബേസിന്റെ വോളിയം. ദെൻ ബ്യൂററ്റ് റീഡിങ്ങിൽ ഇനീഷ്യൽ വോളിയം ഉണ്ട്, ഫൈനൽ വോളിയം ഉണ്ട്, നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അതേപോലെ വോളിയം ഓഫ് HCl, അപ്പോൾ ഇവിടെ എപ്പോഴും എന്തായിരിക്കും, ആസിഡിന്റെ വോളിയം. അപ്പോൾ ഈ 3 കോളം ആസിഡിനുള്ളതാണ്, ആ ഒറ്റ കോളം ബേസിനുള്ളതാണ്. സോ ഈ ടേബിളിന്റെ വാല്യൂ നമുക്കറിയാം. നമുക്ക് കിട്ടിയ വോളിയം എത്രയായിരുന്നു, 90.6 ml ആണ്. അപ്പോൾ എങ്ങനെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക? നമ്മൾ ആദ്യം 20 ml ആണ് പിപ്പറ്റ് വഴി നമ്മുടെ NaOH പിപ്പറ്റ് ചെയ്തത് 20 ml. ആ 20 ml നമ്മൾ ബ്യൂററ്റ് റീഡിംഗ് എന്ന് പറയുമ്പോൾ ഇതും മില്ലിലിറ്റർ തന്നെയാണ് കേട്ടോ. ബ്യൂററ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് മക്കളെ. കണ്ടോ, ബ്യൂററ്റ് റീഡിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ 0 ആയിരുന്നു അല്ലേ. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 90.6 ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തു. വീണ്ടും നമ്മൾ 20 ml പിപ്പറ്റ് ചെയ്തു അല്ലേ. എന്നിട്ടോ നമ്മൾ 0 ഉള്ളത് 0 നമ്മൾ ആക്കിയിരുന്നു. ദെൻ വീണ്ടും നമുക്ക് എത്ര കിട്ടിയത്, 90.6. സോ അതുകൊണ്ട് കൺകോർഡന്റ് വാല്യൂ ആണല്ലോ,
പിന്നെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇല്ല. അപ്പോൾ നമ്മൾ വാല്യൂ എന്താ, വോളിയം ഓഫ് HCl 90.6 ആണ്. സോ നമ്മളിവിടെ താഴെ കൊടുക്കുകയാണ് VHCl വോളിയം ഓഫ് HCl is equal to 90.6 ml. ഈ ടേബിൾ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 3 മാർക്ക് 4 മാർക്ക് കിട്ടും. ബാക്കി കാൽക്കുലേഷൻ റിസൾട്ടിനാണ്. ഓക്കെ, തുടങ്ങാല്ലേ, കാൽക്കുലേഷനിലേക്ക് വരാം. കാൽക്കുലേഷനിൽ നിങ്ങൾ റെക്കോർഡിലൊക്കെ എഴുതിയതാണ്. ഈ രൂപത്തിലായിരിക്കും നമ്മൾ ആ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കുക. ആദ്യം നമ്മളെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം ഉണ്ട്, യു ആർ പ്രൊവൈഡ് വിത്ത് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് HCl കണ്ടെയ്നിങ് 3.8 gram per liter. അപ്പൊ ഫസ്റ്റ് എന്താ, മാസ് പെർ ലിറ്റർ ഓഫ് HCl എന്ന് പറഞ്ഞാൽ 3.8 gram per liter. അത് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അത് അവരുണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റർ ഒന്ന് ഓൺ ചെയ്ത് വെക്കാം. കാൽക്കുലേറ്റർ, യെസ്, കാൽക്കുലേറ്റർ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകണേ, മക്കളെ ശ്രദ്ധിച്ചോട്ടോ, ഞാൻ ഇപ്പുറത്തേക്കാം. ദെൻ ഇക്വാലന്റ് മാസ് ഓഫ് HCl. ഇവിടെ ഇപ്പോൾ HCl ആയതുകൊണ്ടാണ് HCl. സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിലോ സൾഫ്യൂരിക് ആസിഡ് കൊടുക്കണം. ഇക്വലന്റ് മാസ് ഓഫ് HCl 36.5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വലന്റ് മാസ് പഠിച്ചു വെക്കണ്ടേ, പഠിച്ചു വെക്കണം, ഞാൻ തരും. റെഡി. ദെൻ നോർമാലിറ്റി ഓഫ് HCl, ദാറ്റ് ഈസ് എ കോൺസെൻട്രേഷൻ. നോർമാലിറ്റി ഓഫ് HCl എന്ന് പറഞ്ഞാൽ മാസ് പെർ ലിറ്റർ ഡിവൈഡ് ബൈ ഇക്വലന്റ് മാസ് ആണ്. മാസ് പെർ ലിറ്റർ ഇവിടെ ഉണ്ട്, ഇക്വലന്റ് മാസ് ഇവിടെ ഉണ്ട്. എല്ലാ എക്സ്പെരിമെന്റും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്താ കിട്ടുക, 3.80 ഡിവൈഡഡ് ബൈ 36.5. അപ്പോൾ ഏകദേശം 0.1 സംതിങ് ഉണ്ടോ, നമുക്ക് നോക്കാം. 3.80 ഡിവൈഡഡ് ബൈ 36.5 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആൻസർ കിട്ടും. നമ്മൾ പോയിന്റിന് ശേഷം 4 ഡിജിറ്റ് കേട്ടോ, 0.1041 നോർമൽ യൂണിറ്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ 0.1041 ആണ്. റെഡി ആക്കി വെക്കുക. ദെൻ വോളിയം ഓഫ് NaOH, നമ്മൾ പിപ്പറ്റ് ചെയ്ത ബേസിന്റെ വോളിയം എത്ര ആയിരുന്നു, നമ്മളെ ടേബിൾ നോക്കടാ, നമ്മളെ ടേബിൾ നോക്ക്, ടേബിളൊക്കെ നോക്കുക, 20 ml ആണ്. അപ്പോൾ ആസിഡിന്റെ വോളിയം 90.6 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അത് കൊടുക്കുന്നുണ്ട്. 20 ml എന്ന് ഞാൻ കൊടുത്തു. അതേപോലെ വോളിയം ഓഫ് HCl എത്രയാടാ, നമുക്ക് കിട്ടിയ വോളിയം 90.6 ml. സംശയമുണ്ടോ? പിപ്പിന്റെ വോളിയം, ബേസിന്റെ വോളിയം, നമുക്ക് ബ്യൂറോട്ട് കിട്ടിയ വോളിയം, ആസിഡിന്റെ വോളിയം, അത്രയും ഓക്കെ ആണല്ലോ. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, നോർമാലിറ്റി ഓഫ് HCl ആസിഡ് ഇൻറ്റു വോളിയം ഓഫ് ആസിഡ് HCl is equal to നോർമാലിറ്റി ഓഫ് ബേസ് ഇൻറ്റു വോളിയം ഓഫ് ബേസ്. ഈ ഒരു ഇക്വേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഇക്വേഷൻ ആണ്. അത് ഏത് ആസിഡും ഏത് ബേസും വന്നാലും കുഴപ്പമില്ല. നോർമാലിറ്റി ഓഫ് ആസിഡ് ഇൻറ്റു നോർമാലിറ്റി ഓഫ് വോളിയം ഓഫ് ബേസ് ഇസ് ഈക്വൽ ടു നോർമാലിറ്റി ഓഫ് ആസിഡ് ഇൻറ്റു വോളിയം ഓഫ് ആസിഡ് ഇസ് ഈക്വൽ ടു നോർമാലിറ്റി ഓഫ് ബേസ് ഇൻറ്റു വോളിയം ഓഫ് ബേസ്. മനസ്സിലാക്കിക്കോട്ടോ. ദെൻ അടുത്ത പരിപാടി എന്താ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോൺസെൻട്രേഷൻ ആണ്. ആദ്യം നമ്മൾ നോർമാലിറ്റി കണ്ടുപിടിക്കുകയാണ്. നോർമാലിറ്റി ഓഫ് NaOH is equal to എന്താ ഇക്വേഷൻ, ഇവിടെ നിന്ന് കിട്ടും, NHCl ഇൻറ്റു VHCl ഡിവൈഡഡ് ബൈ VNaOH. സെറ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ വാല്യൂ കൊടുക്കുകയാണ്. നോർമാലിറ്റി ഓഫ് HCl 0.1041 ഇൻറ്റു ദെൻ നമ്മുടെ വോളിയം ഓഫ് HCl എത്രയാടാ, 90.6 ഡിവൈഡഡ് ബൈ NaOHന്റെ വോളിയം 20. സോ നമുക്ക് ചെയ്ത് നോക്കിയാലോ, എത്ര കിട്ടുക, 1041 ഇൻറ്റു 90.6 ഓൾ ഡിവൈഡഡ് ബൈ 20. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിന്റെ ആൻസർ കിട്ടുന്നത് 0.1020 നോർമൽ. 0.1020 നോർമൽ അതാണ്. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോർമാലിറ്റി കിട്ടി. എടാ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ, എന്തായിരുന്നു ഇക്വേഷൻ നോക്കടാ, നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മാസ് പെർ ലിറ്റർ ഡിവൈഡ് ബൈ ഇക്വലന്റ് മാസ് അല്ലേ. ഇപ്പൊ നമുക്ക് കോൺസെൻട്രേഷനിലേക്ക് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ മാസ് പെർ ലിറ്റർ കണ്ടുപിടിക്കട്ടെ. ഇപ്പൊ നോർമാലിറ്റി കിട്ടിയാൽ അതിന് മാസ് പെർ ലിറ്റർ കണ്ടുപിടിക്കുക. സോ ഇക്വലന്റ് മാസ് ഓഫ് NaOH നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു, 40 ആണ്, ഗ്രാം ഇക്വലന്റ് ആണ്. ദെൻ മാസ് പെർ ലിറ്റർ ഓഫ് NaOH എന്ന് പറഞ്ഞാൽ, മാസ് പെർ ലിറ്റർ ഓഫ് NaOH നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇക്വലന്റ് മാസ് നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ് ആണ്. അങ്ങനെയാണെങ്കിൽ മാസ് പെർ ലിറ്റർ ഈസ് ഈക്വൽ ടു നോർമാലിറ്റി ഇൻറ്റു ഇക്വലന്റ് മാസ്. എത്ര നോർമാലിറ്റി മക്കളെ, 0.1020 ഇൻറ്റു 40. 0.1020 ഇൻറ്റു 40 ചെയ്ത് നോക്കാം. 0.1020 ഇൻറ്റു 40. സോ ആൻസർ കിട്ടുക എത്ര എന്നായിരിക്കുന്നോ, 4.08 gram per liter. 4.08 gram per liter. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, മാസ് പെർ ലിറ്റർ കിട്ടി. നമുക്ക് ലിറ്ററിലല്ല വേണ്ടത്, നമുക്ക് തന്ന സൊല്യൂഷനല്ല വേണ്ടത്. 20 ml നമുക്ക് തന്ന സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ ഒരു സൊല്യൂഷൻ ബോട്ടിൽ, അതാ വേണ്ടത്. അത് നമ്മൾ 100 ആക്കിയില്ലേ. സോ നമ്മൾ ചെയ്യുന്ന പരിപാടി എത്രയേ ഉള്ളൂ, മാസ് ഓഫ് ദി NaOH in the whole of the given solution is equal to mass per liter into 100 all divided by 1000. നമ്മൾ തന്ന സൊല്യൂഷനെ 100ലോട്ട് മാറ്റി, അതൊരു ലിറ്ററിലാണുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, ദാറ്റ് ഈസ് ഈക്വൽ ടു
4.08 into 100 divided by 1000 എന്ന് പറഞ്ഞാൽ ഈ 100ഉം ഈ 2 സീറോ കട്ട് ചെയ്ത് പോയി. സോ നമുക്ക് ബാക്കി ഉണ്ടാവുക 0.408 ഗ്രാം ആയിരിക്കും. 0.408 ഗ്രാം ആയിരിക്കും. മക്കളെ ഒന്ന് വളരെ ക്വിക്കായിട്ടൊന്ന് റിവേഴ്സ് ചെയ്ത് പോവാം. ആദ്യം മാസ് പെർ ലിറ്റർ ക്വസ്റ്റ്യനിലുണ്ട്. ഇക്വൽ മാസ് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? ആസിഡിന്റെ നോർമാലിറ്റി കിട്ടും. ഓക്കെ, ആസിഡിന്റെ നോർമാലിറ്റി കിട്ടിയാൽ നമ്മൾ നേരത്തെ ടേബിൾ ആർ കോളത്തിലുള്ള വോളിയം എടുത്ത് എഴുതാം. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കോൺസെൻട്രേഷൻ അറിയാത്ത ആളുടെ നോർമാലിറ്റി കാണാൻ വേണ്ടി പറ്റും. അയാളെ നോർമാലിറ്റി കിട്ടിയാൽ പിന്നെ എന്താ? നമ്മൾ തിരിച്ചിട ഇക്വേഷൻ, മാസ് പെർ ലിറ്ററിന്റെ ഇക്വേഷൻ ഇടാം, നോർമാലിറ്റിന്റെ ഇക്വൽ മാസ്. അപ്പോൾ മാസ് പെർ ലിറ്റർ കിട്ടും. മാസ് പെർ ലിറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 100 into ഡിവൈഡ് ബൈ 1000, 100/1000 ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ തന്ന സൊല്യൂഷനെ 100 മാറ്റിയിരുന്നത്. ഓക്കെ, സോ ആ രൂപത്തിൽ ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ്. സോ ദിസ് ഈസ് ദി ആൻസർ. റെഡി അല്ലടാ? ഓക്കെ, സോ മക്കളെ നിങ്ങൾക്ക് തരാനുള്ള ഗിഫ്റ്റ് ഇതാണ് കോമ്പൗണ്ട്സ്, മോളിക്കുലർ മാസ്, ഇക്വലൻ മാസ്. അപ്പൊ ഈ മോളിക്കുലർ മാസ് നമുക്ക് അറിയുന്നതാണ് അല്ലേ. പക്ഷെ ഈ ഇക്വലൻ മാസ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ടൈട്രേഷൻ അല്ലെങ്കിൽ വോളിയോമെട്രിയിൽ വേണ്ടത്. അപ്പൊ നമുക്കറിയാം ഏത് ആസിഡ് ആയിക്കോട്ടെ, ഏത് ബേസ് ആയിക്കോട്ടെ, നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഒക്കെ ഒരേപോലെയാണ്, എക്സ്പെരിമെന്റ് ഒക്കെ ഒരേപോലെയാണ്, കാൽക്കുലേഷൻ ഒക്കെ ഒരേപോലെയാണ്. പക്ഷെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ് മക്കളെ? അത് ഈ പറയുന്ന ഇക്വലൻ മാസിലാണ്. അപ്പൊ ഈ ഇക്വലൻ മാസ് പഠിച്ചു കഴിഞ്ഞാൽ ഏത് അസിഡിമെട്രിയും ഏത് ആൽക്കലിമെട്രിയും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച അസിഡിമെട്രി സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ എസ്റ്റിമേഷൻ ആണ് ബൈ യൂസിങ് HCl. നിങ്ങൾക്ക് അതേ സമയത്ത് നിങ്ങളോട് പറയാണ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡിനെ എസ്റ്റിമേറ്റ് ചെയ്യണം നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കേണ്ടത് നൈട്രിക് ആസിഡിന്റെയും പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡിന്റെയും എന്താണ്? ഇക്വലൻ മാസ് ആണ്. സോ ഈ ഒരു ടേബിൾ പഠിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പെരിമെന്റും കാൽക്കുലേഷനും പഠിച്ചാൽ മക്കളെ ആകെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഒരൊറ്റ ടൈട്രേഷൻ മനസ്സിലാക്കുക, ഈ ഒരു ഇക്വലൻ മാസ് മനസ്സിലാക്കുക, കാൽക്കുലേഷൻസ് മനസ്സിലാക്കുക. നമ്മൾ ഒരുപാട് ടൈട്രേഷൻ മനസ്സിലാക്കിയ പോലെയാണ്. അതാണ് ഗുട്ടൻസ്, അതാണ് ലോജിക്ക്. അവിടെയാണ് നമ്മുടെ ആ ഒരു കഴിവ് കാണിക്കേണ്ടത്. മക്കളെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമ്മളെ വിശ്വാസം അങ്ങനെ തന്നെയാണ്. സോ നമ്മൾ നിങ്ങളെ കൂടെ തന്നെയുണ്ട്, നിങ്ങൾ നമ്മളെ കൂടെയും വേണം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? അയച്ചു കൊടുക്കുക. എല്ലാവർക്കും എന്ത് ചെയ്യുക? റെഫർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പൊന്നു മക്കൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സംശയം മാത്രമല്ല, ഞാൻ ഇത്രയും എടുത്ത ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടോ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക മക്കൾ? എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു രൂപത്തിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം.